കൈഡോവിന് എന്തുകൊണ്ട് തന്റെ ഡെവിൾ ഫ്രൂട്ട് എവേക്കൺ ചെയ്യാൻ പറ്റിയില്ല? വർഷങ്ങളുടെ ബാറ്റിൽ എക്സ്പീരിയൻസ്, പവർഫുൾ ഹക്കി, മൾട്ടിപ്പിൾ ട്രാൻസ്ഫോർമേഷൻ, ഇതൊക്കെ ഉണ്ടായിട്ടും കൈഡോവിന് തന്റെ ഡെവിൾ ഫ്രൂട്ട് എവേക്കൺ ചെയ്യാൻ പറ്റിയില്ല. ഇതിന്റെ കാരണം എന്താണ്? അതേസമയം കൈഡോവിനേക്കാൾ വളരെ വീക്കായ ക്യാരക്ടേഴ്സ് ഡോഫ്ലെമിംഗോ, കാട്ടക്കറി, ലോ, റോബ് ലൂച്ചി തുടങ്ങിയ ക്യാരക്ടേഴ്സ് അവരുടെ ഡെവിൾ ഫ്രൂട്ട് എങ്ങനെ എവേക്കൺ ചെയ്തു? എന്തിന് 2 വർഷം മുമ്പ് ജിറാഫിന്റെ ഡെവിൾ ഫ്രൂട്ട് കഴിച്ച കാക്ക് വരെ എവേക്കണ്ടായി. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ഡെവിൾ ഫ്രൂട്ട് എവേക്കൺ ആവണമെങ്കിൽ ഒരാൾ എത്ര കാലമായി ആ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് എന്നതിലും കാര്യമില്ല, ആ കഴിച്ചയാൾ എത്ര പവർഫുൾ ആണ് എന്നതിലും കാര്യമില്ല. ഒരു ഡെവിൾ ഫ്രൂട്ട് എവേക്കൺ ആവാൻ മറ്റൊരു കാര്യം കൂടെയും വേണം. അതെന്താണെന്ന് വെച്ചാൽ ആ ഡെവിൾ ഫ്രൂട്ടിന്റെ സ്വഭാവവും ആ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചയാളുടെ സ്വഭാവവും മാച്ച് ആവണം. നമുക്കാദ്യം ഡോഫ്ലെമിംഗോനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഡോഫ്ലെമിംഗോ മറ്റുള്ളവരെ മെനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പപ്പിറ്റ് മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് സ്ട്രിങ് ഫ്രൂട്ട് ഡോഫ്ലെമിംഗോയ്ക്ക് പെർഫെക്റ്റ് മാച്ച് ആണ്. ലോ ആണെങ്കിൽ ഒരു ഡോക്ടറാണ്, അതുകൊണ്ട് ലോയിന്റെ OP ഫ്രൂട്ടും ഒരു പെർഫെക്റ്റ് മാച്ച് ആണ്. റോബ് ലൂച്ചി ആണെങ്കിലോ ഒരു റൂത്ത്ലെസ് പ്രെഡിറ്റർ ആണ്, അതുകൊണ്ട് തന്നെ ലെപ്പേർഡ് ഫ്രൂട്ടും റോബ് ലൂച്ചിക്ക് ഒരു പെർഫെക്റ്റ് മാച്ച് ആണ്. ഇനി നമുക്ക് കൈഡോയിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കാം. കൈഡോയിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പേര് ഫിഷ് ഫ്രൂട്ട് മോഡൽ അഷ്യൂർ ഡ്രാഗൺ എന്നാണ്. ഈ ഡ്രാഗൺ ഈസ്റ്റേൺ മിത്തോളജി അനുസരിച്ച് ഒരു രക്ഷകനാണ്. അതായത് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന, അതുപോലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡീറ്റിയാണ് അഷ്യൂർ ഡ്രാഗൺ. ഇനി നമുക്ക് കൈഡോയിന് നോക്കാം. കൈഡോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പുള്ളി ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പകരം പുള്ളീൻ്റെ കയ്യിൽ നിന്ന് ബാക്കിയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. പ്രൊട്ടക്ട് ചെയ്യുന്ന പോട്ടെ, പുള്ളി വാണോയിനെ കോൺകർ ചെയ്തിട്ട് അവിടുത്തെ ആൾക്കാരെ എല്ലാവരെയും ദ്രോഹിച്ച് അവിടെ ജീവിക്കുന്ന എല്ലാവരുടെ ലൈഫ് നരകം പോലെയാക്കി. എന്തുകൊണ്ടും ഈ ഡെവിൾ ഫ്രൂട്ടിന്റെ സ്വഭാവത്തിന്റെ നേരെ വിപരീതമാണ് കൈഡോയിന്റെ സ്വഭാവം. അതുകൊണ്ടായിരിക്കാം കൈഡോ ഈ ഡെവിൾ ഫ്രൂട്ട് എത്രമാത്രം മാസ്റ്റർ ചെയ്തിട്ടും പുള്ളി ഒരിക്കലും എവേക്കൺ ആവാതിരുന്നത്. പക്ഷേ ഒരു ഫണ്ണി കാര്യം എന്താണെന്നറിയാമോ? കൈഡോവിന് ഈ ഡെവിൾ ഫ്രൂട്ട് എവേക്കൺ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ മറ്റൊരാൾക്ക് ഈ ഡെവിൾ ഫ്രൂട്ട് എവേക്കൺ ചെയ്യാൻ പറ്റും. അതാരാന്നറിയാമോ? മൊമോണോസ്കെ. കാരണം മൊമോണോസ്കേന്റെ നേച്ചറും അഷ്യൂർ ഡ്രാഗന്റെ നേച്ചറും മാച്ചിങ് ആണ്. കാരണം മൊമോണോസ്കെ വാണോ കൺട്രീന്റെ ഒരു പ്രൊട്ടക്ടർ ആണ്. ഒണിഗഷീമേനെ വാണോ കൺട്രീന്റെ മേലെ വീഴാതെ എല്ലാവരെയും രക്ഷിച്ച ഒരു ഗാർഡിയൻ ഡിയറ്റിയാണ് മൊമോണോസ്കെ. അതുകൊണ്ട് തന്നെ മൊമോണോസ്കേന്റെ ഡെവിൾ ഫ്രൂട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഡെവിൾ ഫ്രൂട്ട് ആണെങ്കിലും കൈഡോവിന് ഒറിജിനൽ ഡെവിൾ ഫ്രൂട്ട് കൊണ്ട് നേടാൻ കഴിയാത്ത എവേക്കണിങ് മൊമോണോസ്കയ്ക്ക് തന്റെ ആർട്ടിഫിഷ്യൽ ഡെവിൾ ഫ്രൂട്ട് കൊണ്ട് സാധിക്കും. കൈഡോവിന് ഇതിനേക്കാൾ വലിയ നാണക്കേട് വേറെ ഇല്ല.